ഹായ്, ഇപ്പം നമ്മളുള്ളത് തിരുവനന്തപുരം പേട്ടയിലുള്ള സൈറ്റാണ്. തിരുവനന്തപുരം കാണിച്ചു കൊടുത്താൽ, അതായത് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ, ലുലു മാളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ, ഏറ്റവും നല്ലൊരു ടൗണിൻ്റെ സെൻട്രലായിട്ട് വരും അല്ലേ. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉണ്ട്. അമ്മ ഇപ്പോൾ റോട്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്, കാരണം ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ വീട്. ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കോട്ടെ. വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി അവർ 2ാം നില കഴിഞ്ഞിട്ടേ വരുള്ളൂ അത്രേ. ഇപ്പം എന്തായാലും അച്ഛനും പ്രശ്നമല്ല. അപ്പം അച്ഛൻ പറഞ്ഞിടത്തേക്ക് തന്നെ സംഭവമൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല, മൂപ്പര് പറഞ്ഞിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളും ചെയ്യണ പോലെയല്ല, ഇതിന് നല്ല പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ആ ഒരു കോർണർ കൂടി വാ. മെയിൻ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഭിത്തി ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ ആൾക്കാരെ പെർമിഷനും കൂടി കിട്ടിയൊരു വീടാണ് അല്ലേ. സാധാരണ നമുക്ക് ഷെയ്ഡിന് സ്ഥലമില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതന്നെയാണ് ഇവരുടെ സ്ഥലം വരുന്നത്. അപ്പം അവരുടെ പെർമിഷൻ കിട്ടിയത് കൊണ്ട് ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ വീടുകൾ വെക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എറണാകുളത്തൊക്കെ വെക്കാറുണ്ട് അല്ലേ. കാരണം ആ വീടും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ വീടും അതേപോലെ തന്നെ സെയിം അതിർത്തിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഈ ഭിത്തി തന്നെയാണ് ഇവരുടെ സ്ഥലം വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതുവരെ ചെയ്യാത്ത ഇത് കണ്ടോ. ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു 8 ഇഞ്ചിൻ്റെ പില്ലർ ഇട്ടിട്ട് വീട് ചെയ്തുകൂടെ. എന്നാൽ അത് കണ്ടോളൂ, 8 ഇഞ്ചിൻ്റെ പില്ലറിലുള്ള വീടാണ്. ഈ കാണുന്ന ചുമര് മൊത്തം ഇപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ വീതി വരുന്നത്, ഇത് താഴത്തുനിന്ന് നമ്മൾ പ്ലിന്ത് ഇട്ടപ്പോൾ പ്ലിന്തിൽ തന്നെയാണ് കേട്ടോ ഈ കമ്പി കയറ്റിയിരിക്കുന്നത്. അതായത് ഇവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ആ പ്ലിന്തിൻ്റെ കമ്പി, അത് 16 mm 6 കമ്പി ഇട്ടിട്ടുണ്ട് അവിടെ. അതേപോലത്തെ ബീമാണ് നമ്മൾ പ്ലിന്തുമ്പോൾ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. സാധാരണ കോളം ചെയ്തിട്ട് എങ്ങനെയാണ്, അതായത് അവിടെ കണ്ടില്ല ആ ഒരു വീട് ബിൽഡിങ് പണിയുന്നുണ്ട്. അത് നമുക്ക് സോം ചെയ്തെടുക്കാൻ പറ്റുമോ? കണ്ടോ, വലിയൊരു ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം, അപ്പോഴേക്ക് മനസ്സിലാവുക. ആ ബിൽഡിങ് എത്ര നില കയറ്റിയും കൊണ്ടിരിക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ ഇതേ സെയിം പില്ലറിലാണ് കയറുന്നത്. പക്ഷെ ബാക്കിയുള്ള ഈ കാണുന്ന ഏരിയയിലൊക്കെ ബ്രിക്സ് ഇട്ടിട്ട് കവർ ചെയ്യണം അല്ലേ. ഇന്റർലോക്ക് അല്ല, ഇഷ്ടിക വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ സാധാ ബ്രിക്സും വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണതിന് പകരമാണ് ഞങ്ങൾ ഇതേപോലെ പില്ലർ ഇട്ടതിന് അതേ സെയിം സമയത്ത് തന്നെ ഈ പില്ലറുമത്തെ കമ്പിയും കൂടി കണക്റ്റ് ആയിട്ടാണ് ഈ കണ്ട ചുമര് മൊത്തം പോയിരിക്കുന്നത്. അതായത് ഫുള്ള്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാവും, ഈ കമ്പി എങ്ങനെ കണക്റ്റ് ആവുക. കമ്പി കണക്റ്റ് ആവുന്നത് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് വാ. ഈ കമ്പി കണക്റ്റ് ആക്കലാണ് ഈ പണിയിലെ ഏറ്റവും വലിയ ഇത്. ഇപ്പോൾ ജയരാജപ്പോൾ ഈ സൈഡിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഈ പില്ലറ് ഇത് 16 mm 6 കമ്പി പ്ലിന്തിന്ന് വന്നിരിക്കുന്നതാണ്. ഇതേ സെയിം ആയിട്ട് തന്നെയാണ് പോവുക. അതായത് ഇവിടെ മുതൽ 55 സെന്റിമീറ്റർ ആണ് ഈ ഒരു ഷീറ്റ്. ഈ 55 സെന്റിമീറ്ററും നമ്മളെ കോളമായിട്ട് തന്നെ പോണത്. ഇപ്പോൾ ആ സൈഡിൽ ചെയ്ത മാതിരി. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ കോർണറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ഇവിടെ വെള്ളത്തിൽ കൂടി വന്നോട്ടോ, എന്നാലും വീഡിയോ കറക്റ്റ് ആവുള്ളൂ. ഇങ്ങനെയാണ് പോകുന്നേ. കാലൊക്കെ ലാസ്റ്റ് കഴുകാം. ഇത് കണ്ടില്ല, ഇതാണ് നമ്മളെ കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ. ഈ കമ്പി കാണണ്ടമ്മോ, ഇത് ഈ പില്ലർ ഇട്ട സമയത്ത് ഈ പില്ലറിട്ട കമ്പികൾ നമ്മൾ ഈ ചുമരുമ്മയ്ക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന കമ്പികളാണ്. ഇനി ഈ കമ്പിമ്മയ്ക്കാണ് ഈ ചുമരിന്റെ കമ്പി വന്നിട്ട് എല്ലാ കമ്പികളും നമ്മൾ കണക്ട് ചെയ്യണത്. അതും കൂടാണ്ട് സാധാരണ ഇപ്പോൾ ഈ ഒരു ചുമര് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടുത്തമാണല്ലോ ഇതിന്. ആ പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വി ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ചുമര് ഇനി നേരിട്ടിട്ട് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റും സെറ്റ് ആവും. അതായത് ഇന്റർലോക്കിനേക്കാളും സ്ട്രെങ്ത്. ഇത്രയും വലിയൊരു ലോക്ക് ഇന്റർലോക്കിൽ കിട്ടേണ്ട വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം അതൊരു 1 ഇഞ്ച് തിക്നെസിന്റെ ഒരു ബീഡിങ് മാത്രമാണ് ഇന്റർലോക്കിൽ കിട്ടുക. ഇതേപോലെ തന്നെ കണക്ഷൻ പോയൊരു ചുമരാണ്. അതായത് ഇതൊരു പില്ലർ മാത്രമാണ് നമ്മൾ ആദ്യം ഇട്ടത്. കോർണറിൽ എൽ ഷേപ്പ് പില്ലർ പറയും. ഈ എൽ ഷേപ്പ് പില്ലറുമെന്ന് ഇതേപോലത്തെ കമ്പി കണക്ട് ചെയ്തെടുത്തിട്ടുള്ള പോയതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് മാത്രമല്ല ഇവിടെ ജോയിന്റ്. ഒരിക്കലും ക്രാക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വി കൊടുത്തിരിക്കുന്നത്. വി കൊടുക്കൊണ്ട് എന്താണ്, ഈ ഇടുന്ന കോൺക്രീറ്റ് ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ്. അതായത് ഇവിടുത്തെ കോൺക്രീറ്റ് ഇത് വരയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. അതേ സിസ്റ്റം തന്നെ എല്ലാ കോർണറിലും വരിക. അപ്പോൾ ഈ ഒരു ചുമര് നേരിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കണക്റ്റ് ആവണത്. മനസ്സിലായിനോ? അനക്ക് മനസ്സിലായോ? നമുക്ക് മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇത് എങ്ങനെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊരു പോർച്ചാണ്, അത്യാവശ്യം വലിയ സ്പേസ് ഉള്ള പോർച്ചാണ്. ഇത്തിരി ഓപ്പൺ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്.
ഇനി ഇവിടെ ഈ ഒരു സ്പേസ് നമ്മൾ മണ്ണ് കിട്ടാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. വേറെ പ്ലാനുകളൊക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റെയർ കേസിന്. പക്ഷേ ഇന്നാണ് ക്ലയൻറ്റ് വന്നത്. ക്ലയൻറ്റ് വന്നിട്ട് ഞങ്ങളിപ്പോൾ ഇന്നാണ് സ്റ്റെയർ കേസ് ഫൈനൽ ചെയ്തത്. അപ്പോൾ ഞങ്ങളെ പ്ലാനൊക്കെ മാറ്റി ഞങ്ങളിവിടെ മണ്ണ് ഫില്ല് ചെയ്യാൻ തന്നെ പോവുകയാണ്. ഭൂമിയുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെയുള്ളൂ സ്ഥലം കിട്ടുക. ഇവരെ പ്ലാൻ പ്രകാരം, അതെയല്ല പ്ലാനല്ല, ഇവരെ സൈറ്റ് പ്രകാരം ഇവിടേക്ക് ഇങ്ങനെ ഒരു കൂർത്ത് വരുന്ന സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു ചുമര് ഫുള്ളി ഇങ്ങനെ ക്രോസ് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ ക്ലോസിനനുസരിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഇപ്പം അപ്പുറത്തെ വീടിൻ്റെ ചുമരാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു കോൺക്രീറ്റ് ചുമരും കൂടിയും കൊടുക്കും, ഒരു 3 ഇഞ്ചിൽ ഒരു കോൺക്രീറ്റ് ചുമരും കൂടിയും കൊടുക്കും. അപ്പോൾ ഇതൊരു രണ്ടിനും സെപ്പറേഷനായിട്ട് വേണ്ടിയിട്ട് മാത്രം. ചെറിയൊരു വീടാണെന്ന് കാണുമ്പോൾ ഇപ്പോൾ വിചാരിക്കും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വീടാണ്. കാരണം ഇപ്പോഴത്തെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു 2 ബെഡ്റൂം വരുന്നുണ്ട്, അല്ല 3 ബെഡ്റൂം അല്ലേ, ഇവിടെ ബെഡ്റൂം അല്ലേ, 3 ബെഡ്റൂം മുകളിലും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് വരും. അതുകൂടാണ്ട് ഈ ഒരു ഏരിയ മൊത്തം ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ഈ പർപ്പസിൽ നോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരുവനന്തപുരം പേട്ട ആയത് കാരണം കൊണ്ട് തന്നെ നല്ല സ്ഥലത്തിന് നല്ല വിലയാണ്. ഏകദേശം ഒരു സെന്റിന് എത്ര, 10 ലക്ഷം. അയ്യോ ഞാൻ പറഞ്ഞ സോറി, തെറ്റി പോയിട്ടോ. റോഡ് വീതി കൂട്ടിയപ്പോൾ അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ അത്രയും വാല്യൂ വരുന്ന സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മള് ഈ ഒരു ഭിത്തിയുടെ ഇപ്പൊ കണ്ടോ 8 ഇഞ്ചിന്റെ പില്ലറാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കണ്ടില്ല അവിടെ, അത്രയും സ്പേസ് നമുക്ക് റൂമിൽ എല്ലാ സൈഡിലും കൂടുതൽ കിട്ടും. ഫുള്ള് 8 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ അത് അത്രയും കമ്മിയാവും. പിന്നെ നമ്മളെ ഇതിന്റെ ഒരു കോർണറിന്റെ ഒക്കെ ഒരു വൃത്തി നോക്കൂടെ, നോക്ക് ഈ കോർണറിന്റെ ഈ വൃത്തി ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം നമ്മളെ കോർണർ പീസൊക്കെ നമ്മൾ ഈ രീതിയിൽ ചെയ്യണോണ്ട് കേട്ടതുണ്ടോ. ഇതാണ് നമ്മളൊരു കോർണറിന്റെ ഒരു ഫിനിഷിങ് വരുന്നത്. ഇതേപോലെ തന്നെ ഇൻസൈഡ് കോർണറും അങ്ങനെ തന്നെ കേട്ടോ വരിക. ഇവിടെ ഇൻസൈഡ് കോർണർ കണ്ടില്ലേ, ഇൻസൈഡ് കോർണർ ഇതേപോലെ തന്നെ വരിക. ഇതൊക്കെ നമ്മൾ അങ്ങനെ ലോക്കിംഗ് സിസ്റ്റത്തിൽ ചെയ്താട്ടോ. അതുകൊണ്ട് എന്താണ്, ആ തലയ്ക്കുന്ന് വരുന്ന കമ്പി ഇതിന്റെ ഫുൾ കണക്റ്റഡ് ആയിട്ട് തന്നെ ഈ വീടിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സ്ക്വയർ പൈപ്പ് ഒഴിവാക്കിയിട്ട് 5 ഇഞ്ച് തിക്നെസ്സിൽ ചെയ്യണതാണ്. നോർമലി നമുക്ക് 5 ഇഞ്ച് തിക്നെസ്സേ ഉള്ളൂ. പിന്നെ ഇതെന്തിനാണ് ഇങ്ങനെ പില്ലർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സ്ഥലത്തിന്റെ വാല്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ. കാരണം ഇതിപ്പോൾ 2 നിലയാണ്, പക്ഷെ ഫ്യൂച്ചറിൽ അവർക്ക് ഇതിന്റെ മുകളിലേക്ക് വീണ്ടും കൊടുക്കാൻ താല്പര്യമുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളത് ഒന്നും കൂടി സ്ട്രെങ്ത് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊക്കെ പില്ലർ കൊടുക്കുന്നത്. പിന്നെ ആ ഒരു സ്പേസ് എന്തായാലും നമുക്ക് പില്ലർ കൊടുത്തേ മതിയാവുള്ളൂ. കാരണം ഇവിടെ വന്നൊക്കെ കാർ പോർച്ച് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, 4.5 മീറ്ററോളം സ്പാന് വരുന്നുണ്ട്. അപ്പോൾ അതിനെന്തായി കഴിഞ്ഞാലും നമ്മളവിടെ പില്ലറും ബീമൊക്കെ കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലും ബീം വേണ്ട സ്ഥലത്തൊക്കെ അതേ ബീം തന്നെ കോളത്തുനിന്ന് കൊണ്ടുപോകാനുള്ളത് തന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ ഞങ്ങളാണ് ചെയ്തത്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ ഫോട്ടോ മാത്രമേ ഉള്ളൂ, വീഡിയോസ് ഇടാറില്ല. ഇന്നിപ്പോൾ ചുമര് ഇത്രയായ സ്ഥിതിക്ക് നമ്മൾ ഇട്ടു. ഇനി ഏകദേശം ഒരാഴ്ചത്തെ പണിയും കൂടി ഉണ്ടാവും അല്ലേ. അടുത്ത സൈറ്റിൽ തൃശ്ശൂർ ഈ അവളോട് എന്ന് ചെല്ലാന്നാ പറഞ്ഞിരിക്കണേ, ഒരാഴ്ച. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ ഇതായിക്കോ, ഈ പിള്ളേരാണ് നിങ്ങളവിടേക്ക് വരാനുള്ളത്. ആരിഫിക്കാൻ്റെ സൈറ്റിലേക്ക് ഈ പിള്ളേരാണ് വരാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടില്ലേ വെള്ളം മഴയും ഇതൊക്കെ കാരണം കൊണ്ട് എന്നാൽ തന്നെ ഇവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യണത്. ഇനി ഇവിടെ കുറച്ച് വർക്കും കൂടി ബാലൻസ് ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ ഏരിയയിലാണെങ്കിൽ തന്നെ ഈ ഒരു ബാത്റൂം കെട്ടാനുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ചുമരും കൂടിയും വരാനുണ്ട്. ഈ ഒരു പോർഷനിൽ വലിയൊരു ചുമര് വരാനുണ്ട്. അത്രേ ഉള്ളൂ ഈ വീടിന് വരാനുള്ളത്. കാരണം ഈ കാണുന്നത് മൊത്തം ഗ്ലാസ് ആണ് വരാൻ പോണത്. 10x10 ഗ്ലാസ് ഇവിടെ വരും. ഇവിടെ വേണം മെയിൻ ഡോർ വരുന്നത്. അപ്പോൾ ഈ ഒരു ചുമരും കൂടി ഇടാനുള്ളൂ. ഇത് ആരിഫിക്കാനോട് പറയണത്, കാരണം ഇത് കഴിഞ്ഞ് അവിടെ എത്തും എന്നുള്ളതാണ്. ഇവരിപ്പോൾ ഇന്ന് തീർക്കുകയാണെങ്കിൽ നാളെ കൊണ്ടും. അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കറണ്ട് പോക്ക്, മഴ പെയ്യൽ ഇതൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ആരിഫിക്കാൻ്റെ അവിടേക്ക് എന്ന് പറയാൻ കാരണം ആരിഫിക്കാൻ്റെ അവിടെ നമ്മൾ 5 ഇഞ്ചിലാണ് ചെയ്യണത്. അപ്പോൾ 5 ഇഞ്ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരിഫിക്ക ഈ സാധനങ്ങൾ തന്നെ വേണം. അതായത് ഈ കോർണർ സാധനങ്ങളും ഇതൊക്കെ വേണം, എന്നാലും നമുക്ക് 5 ഇഞ്ചിൻ്റെ ചുമര് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ചുമരാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ചിൻ്റെ ചുമരാണെങ്കിൽ നമുക്ക് ഈ ഷീറ്റ് മാത്രം മതി. മറ്റേതാകുമ്പോൾ നമുക്ക് ഈ കോർണർ പീസുകളും, പിന്നെ അത് മാത്രമല്ല ഈ പണിക്കാരും വേണം. കാരണം ഇത് നമുക്കിത് പെട്ടെന്ന് എല്ലാവരെയും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ ഓൾറെഡി ഞാൻ ട്രെയിൻ ചെയ്ത് ഇവർ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 ഇഞ്ചിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഞാൻ തന്നെ അവിടെ വന്നിട്ട് പെട്ടുപോകും.
അതാണ്. അപ്പോൾ അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇനി ഇതിന്റെ മെയിൻ സ്ലാബ്. ഈ വീട് നല്ല അടിപൊളി ലുക്കായിരിക്കും. കാരണം മെയിൻ റോഡിന് ഇത്ര അടുത്ത് ഇങ്ങനത്തെ ഒരു റോഡിന്റെ സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ഒരു വീട് വെച്ചിട്ടില്ല. ഉണ്ടോ? തിരുവനന്തപുരം ടൗണിലാണ്. ആർക്കും ആണെങ്കിലും വന്ന് റോട്ടിൽ കൂടി പോകുമ്പോൾ കാണാം. അതായത് പേട്ട ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അവിടെ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 50 മീറ്ററേ ഉള്ളൂ നമ്മളെ സൈറ്റിലേക്ക്. അപ്പോൾ ഈ സൈഡിൽ ഈ ഒരു വീട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് എവിടെ ചെച്ച് ചോദിക്കേണ്ട പറഞ്ഞാൽ നമ്മൾ ആറ്റിങ്ങലുണ്ടായിരുന്നു. അത് കുറച്ച് ഉള്ളിലേക്കാണ്. അത് മാത്രമല്ല, കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ വീട്ടിലും നമുക്ക് പറഞ്ഞയക്കാൻ പറ്റില്ല. അവിടെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. ചില വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ആൾക്കാർ പുറത്തായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നിങ്ങളെ വീട്ടിലൊരു പ്രൈവസി ഇല്ലാണ്ട്. കാരണം നമുക്കൊരു ദിവസം ഇഷ്ടം പോലെ കോള് വരണതാ. ഈ ആൾക്കാരൊക്കെ നമ്മൾ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ ഡെയിലി പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ മോശമാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞയക്കാറുണ്ട്. അതങ്ങനെ പെർമിഷൻ തന്ന ചില വീടുകളുണ്ട്. ചില വീട്ടിൽ ഇഷ്ടമാണ് അവർക്ക്, പക്ഷെ അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാവുകൊണ്ട് അവർക്ക് അവിടെ വീട്ടിലാരും ഉണ്ടാവില്ല, ലോക്ക് ചെയ്ത് പോകും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞങ്ങളെ കൺസ്ട്രക്ഷൻ കാണാൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്താണ്. അപ്പം ഞങ്ങൾ അണ്ടറിലായിരിക്കും. ഇപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സ്കോപ്പ് ഓഫ് വർക്ക് കഴിയുന്നവരെ ഇത് ഞങ്ങളതാണ്. നമ്മളെ എഗ്രിമെന്റിൽ എന്താണ് എഴുതിയത് അത് തീർത്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഉടമസ്ഥന്റെ ആര് വേണമെങ്കിലും ഇവിടെ കയറിയിട്ട് അഭിപ്രായം പറയാം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. കാരണം ഇപ്പം ഇന്നിപ്പോൾ ഈ ക്ലയന്റ് വന്നത് തന്നെ ക്ലയന്റ് ഗുജറാത്തിലാണ്. അപ്പോൾ ആള് വന്ന് ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വരികയാണ് അല്ലേ. ഇനി അവർ 2 നിലയും കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നേ പറഞ്ഞു. അപ്പോൾ അതുവരെയൊക്കെയുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് സത്യം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവരെ കാണാനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ. സതീശനെ സത്യപ്രതിജ്ഞ ജീവിച്ചാണ് പോയതാ. 10 ദിവസം കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി വന്നു. സതീശനും കൂടി ഇപ്പം ഇങ്ങനെ വീട്ടിൽ പോകുന്നുണ്ടോന്ന് അറിയില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ടില്ലേ, വയനാട് ഇവിടെ പോയി. ഇനിയിപ്പോൾ അടുത്ത് നേരെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് ആ ഭാഗത്ത് വയനാട് ഇങ്ങനെ തിരിഞ്ഞ് വരണം. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ആഴ്ചയാവും. അങ്ങനെയാണ് ആവണത്. ഓക്കെ, എന്തായി കഴിഞ്ഞാലും ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.